ഇവയുടെ മുകളിലുള്ള ഒരു മെറ്റേണിറ്റി കുർത്തിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്മോൾ കുർത്തിയായിട്ട് ചെറിയ ടോപ്പായിട്ട് തയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് എപ്പോഴും ആപ്റ്റായിട്ടുള്ളൊരു ചെറിയ കുർത്തിയുണ്ട്, അത് വെച്ചിട്ട് ഞാൻ വെറുതെ വെട്ടാണ് ഈ കാണുന്നത്. വെറുതെ എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങോട്ട് വെട്ടാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെയുള്ള വീഡിയോസിലൊക്കെ. ഞാൻ ആ ചെറിയ കുർത്തി കൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ ചോദിച്ച് കുർത്തി തയ്ക്കണതൊക്കെ ഞാൻ വെട്ടി പിന്നെ അളവ് എടുക്കണമല്ല, വെറുതെ വെച്ച് വെട്ടുക, അത്രേ ഉള്ളൂ. അളവ് എനിക്ക് എടുക്കാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ശരിക്കും ഈ ഒരു കുർത്തി വെട്ടാനുള്ള കാര്യം തന്നെ ഇതിൻ്റെ നിങ്ങളിപ്പോൾ കാണില്ലേ, ഇപ്പോൾ ചുരുണ്ട്, ഇത്ര ചുരുണ്ട്, അതായത് ഇതൊരു കോട്ടൺ റയോൺ മെറ്റീരിയലാണ്. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ചുരുണ്ട് കുറയും. എനിക്ക് എപ്പോഴും തയ്ക്കാനൊന്നും നേരില്ല, മടിയാണെന്നത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിങ്ങനെ അന്നത്തെ പെൻറ്റേറ്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ സിബിൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് നമ്മൾ എടുത്തറിയും, ചുരുണ്ടിരിക്കുന്നതുകൊണ്ട്, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുത്തറിയാം. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ വെറുതെ വെക്കേണ്ടതിനാ ചെറിയൊരു ടോപ്പ് കുർത്തി തയ്ക്കാമെന്ന് ഓർത്തു. എൻ്റെ കുർത്തി തയ്യലൊക്കെ എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് തീരും. കാരണം വളരെ ഈസി തയ്യലാണ് കേട്ടോ, പെട്ടെന്ന് തയ്ച്ച് കഴിയും. ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നൊക്കെ ഞാൻ മുമ്പ് 2-3 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലോറസൻ ഗ്രീനിൽ ഒരു ബ്ലാക്ക് ചെറിയ ഡിസൈൻസൊക്കെ വന്നിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചുരിദാറാട്ടോ. തയ്ച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി, എൻ്റെ ശരീരത്തെ ഒട്ടിയെടുക്കണ പോലെ തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ നല്ല ചെറിയ സ്ലിറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടോ. പലാസോ പാൻ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും.